ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5 മാസമേ ഉള്ളൂ ഇനി ന്യൂ ഇയർ ആവാൻ. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളെല്ലാം പോയത്. 5 മാസമേ ഉള്ളൂ. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? 3 മാസം. 3 മാസം തികഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് ഓണം ഇങ്ങെത്തി. ഓണത്തിനെല്ലാം നമ്മൾ ഒരുപാട് പ്ലാൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈശ്വരൻ സഹായിച്ചും നടന്നാൽ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഒരുപാടായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. എന്താണെന്നറിയോ? ഒരു ചെറിയൊരു പെറ്റിനെ വാങ്ങിക്കണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഒരു മനുഷ്യൻ അതിനെ വാങ്ങിക്കാൻ എന്നോട് അനുവദിക്കുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ പെറ്റിനെ വാങ്ങിക്കുമ്പോൾ നല്ല ഒന്നിനെ നോക്കി വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഏതാണ് പെറ്റ്, എന്താണ് പെറ്റ് എന്നുള്ളതൊന്നും നമ്മളും കറക്റ്റ് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഈ വീട്ടിൽ വളർത്താൻ പറ്റുന്ന എന്താണോ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിനെ വാങ്ങിച്ചു കൊടുക്കണം. ഇവക്ക് പൂച്ചേനെ ഇഷ്ടം, എനക്കും പൂച്ചേനെ ഇഷ്ടം. അച്ഛന് ഓന്തിനെ വാങ്ങിച്ചു കൊടുക്കുക. അതായിരിക്കും അച്ഛന് കുറച്ചും കൂടി നല്ലത്. ഇവക്ക് പൂച്ചേനെയാണ് ഇഷ്ടം, അല്ല എനിക്കും പൂച്ചേനെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ ഏട്ടന് നായിനെയാണ് ഇഷ്ടം. എനക്ക് നായയെ വളർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ കിട്ടുമോ? കിട്ടിയാലും അച്ഛൻ എന്തിനെ അടിച്ചിറക്കാൻ എളുപ്പമാണ്. പക്ഷെ അച്ഛൻ്റെ ഒരു ഗുണം എന്താ അറിയാ, ഞാൻ എന്തിനെ വാങ്ങിച്ചു കൊണ്ടാലും ആദ്യത്തെ ഒരു 2 ദിവസം അച്ഛൻ നോക്കിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ഫുൾ ടൈം അച്ഛൻ നോക്കിക്കോളും. അച്ഛനോട് ഭയങ്കര കലിപ്പ കേട്ടോ. നമ്മളിപ്പോ പൂച്ചേനെ വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പൂച്ചേനൊന്നും അല്ല, അതെല്ലാം വഴിയെ നിങ്ങൾക്ക് അറിയാം. നേരെ ഒന്ന് ഇവിടുത്തെ പെറ്റ് സ്റ്റേഷനിലേക്ക് പോവാം. സോറി, പെറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂരിലെ പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ. ഇത് തന്നെ എനിക്ക് വായിൽ വരുവാ എപ്പം പെറ്റിനെ പറ്റി പറയുകയാണെങ്കിലും. പെറ്റ് ഷോപ്പിലേക്ക് നമുക്ക് പോവാം. ഞാൻ ഗോകുൽദാസിനെ വാങ്ങിച്ച സ്ഥലമല്ല. ഗോകുൽദാസ് എവിടുന്ന വന്നേന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഏതോ ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് ഇവനെ കിട്ടിയത്. ആ ഒരു അബദ്ധം ഞാൻ പിന്നെയും ആവർത്തിക്കുന്നില്ല. ഓണിത് കേൾക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കേട്ടിട്ടുണ്ടെങ്കിൽ കറ്റിക്കും. നമുക്കിവിടെ അടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് എന്താ പരിപാടി എന്നുള്ളത് ആദ്യം അവിടുന്ന് കാണാം. അവിടെ കാണുന്ന പല പല എക്സോട്ടിക് സാധനങ്ങളും. എലിക്കുട്ടി, പക്ഷിക്കുട്ടി, പിന്നെ ഓന്തിന്റെ കുട്ടി. നല്ല രസമുണ്ടല്ലേ കാണാൻ. വന്നല്ലേ, അങ്ങനെ ആയിരിക്കും. ഒറ്റക്കുട്ടിയുടെ കണ്ണിനെന്താ പറ്റിയിരുന്നോ നോട്ടാ. ഉറക്കമാണ് ഫുഡെല്ലാം കഴിച്ചിട്ട്. അന്നപ്പം തൊട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. ഇച്ചുമണി നമ്മളിപ്പോ എടുക്കുമോന്ന് ചോദിച്ചിട്ടാ വരുന്നു. ഹലോ ഹലോ, മൈൻഡ് ആക്കുന്നില്ല. എല്ലാം ഉറക്കാ കേട്ടാ. കൊണ്ടുപോകോ നീ? കൊണ്ടുപോയാൽ അമ്മ അടിച്ചു കൊല്ലും. പിന്നെ എന്റെ ആൾക്കാർ ഇവിടെ നിൽക്കണേ. എല്ലാം കിട്ടുവിനെ പോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നു ഓരോന്നിനെ കാണുമ്പോ. എന്താ എന്താണ് എവിടെ ഇപ്പൊ കൊത്തുവേ നോക്കോളെ. കൊത്തു മൈൻഡ് കൂടി ആക്കണില്ലേ? ഇതെല്ലാം വരുന്നുണ്ടോ? അയ്യോ, അല്ലാണ്ട് സോഡിയാവും ഗൈസ്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതാണ് ഹാംസ്റ്റർ. ഹാംസ്റ്ററിനെ മനസ്സിലായോ? എലീന്റെ വേറെ ഒരു രൂപമില്ല, അതാണ് സംഭവം. ഇതെല്ലാം കോഴിക്കുഞ്ഞുങ്ങളല്ലേ? വേണ്ട വേണ്ട വേണ്ട, ഇതെല്ലാം കുട്ടി പക്കത്തിൽ വെറുതെ എന്തിനാണ്? ഇത് നല്ല രസമുണ്ട് ഹാംസ്റ്റർ. ഇങ്ങനെയാ സ്റ്റഫ്ഡ് ആക്കിയിട്ടുള്ള സാധനത്തില്ലേ? നമുക്ക് പൂച്ചക്കുട്ടികളെ നോക്കിയിട്ട് വരാം. ഏതൊന്നുമില്ല. മഞ്ഞ, വെള്ള, പച്ച. ടെട്ര പോലത്തെ ഫിഷാണ്. നമുക്ക് അതിന്റെ പേര് കളറുണ്ട്. കാരണം ഇത് പുതിയ വീട്ടിലുള്ള മറ്റേ വലിയ ഇതൊരു സൈസിൽ കാണാൻ പറ്റും. പക്ഷെ വേഗം ശക്തി കൊണ്ടുവന്നു. ഒന്നിന് 60 കൊടുത്തെങ്ങാനാ ചേച്ചി. അതിന് ഒരെണ്ണത്തിന് എത്രയാ? ഇതിന് 40 ജോഡിക്കാം. 20 ഒരെണ്ണത്തിന് വേണോ? പക്ഷെ ഇത് ഒരുപാട് വേണം. ഗോകുൽദാസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നിർത്തൂല, എല്ലാത്തിനും തിന്നും. വേറെ ഒരു പഞ്ചവർണ്ണ തത്തേനെ കാണണം. നോട്ട് വാ. പഞ്ചവർണ്ണ തത്ത, അത് കോഴീന്റെ വേറെ ബ്രീഡാ. അത് കുട്ടു കുട്ടു ഇതാ ശ്രദ്ധിച്ച് കേൾക്കുന്ന കുട്ടു. മോനെ കുട്ടു, നിന്റെ അനിയനെ പോലെ തന്നെ ഉണ്ട് കോഴി. ഇതാ പൊന്നെ മോനുണ്ട്. പൊട്ടിയാണ്ടല്ലേ
തൊലി പറിച്ചോണ്ട് പോയി സത്യം. കിട്ടിയിട്ടുണ്ട് മാർക്കിന്. ഇവിടെ നമ്മൾ വിചാരിച്ച ടൈപ്പ് പൂച്ചക്കുട്ടി ഇല്ല അല്ലേ. ഇവിടെ നമുക്ക് ഗോകുൽദാസിന് ലൈവ് ഫുഡ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ വന്നത്. എപ്പോഴും ഒരേ ഫുഡ് കഴിക്കുന്നില്ലേ, അതുകൊണ്ട് ഒരു മാറ്റി പിടിക്കാൻ വിചാരിച്ചാൽ ഒന്നും കൂടി ഇവിടെ വന്നത്. നോക്കട്ടെ ഇവിടെ ഫുഡ് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ കുറെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിരുന്നൊന്നും പറയോ? പക്ഷെ എല്ലാം പിടിക്കും. ഇത് നോക്കാൻ ആളില്ലെങ്കിൽ ഇതൊന്നും വളർത്താൻ നിൽക്കരുത്. അതാണ് ഏറ്റവും നല്ലത്. ഇത് ജർമ്മൻ കോഴി, അതിന്റെ ടർക്കി കൊളക്കോഴി എന്നും പറയും. ടക് ടക് ടക്. ടക് 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 ടക്. ശരിയെന്താ? ഗോകുൽദാസിന് ലൈവ് പുഴുക്കളെ വാങ്ങിച്ചു വെച്ച്. ഇതാണ് ഓന്ത്. നോക്കട്ടെ. ഓന്തെന്നല്ല പൊട്ടത്തി, ഇത് ഇഗ്വാനയാണ്. പുച്ചിഷ്ട അച്ചോ പുച്ചാഷ്ടപ്പെട്ട എന്നൊക്കെ പറയല്ലോ. അതുപോലെയാണ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും മഴ പെയ്യുന്നത് ഗൈസ്. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇത്രയും ഗതികെട്ടവന്മാർ വേറെ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി മാത്രമായിട്ട് പെയ്യുന്ന മഴയാണിത്. എപ്പം വ്ലോഗ് എടുക്കാൻ തുടങ്ങുമ്പോഴോ അപ്പോഴൊക്കെ മഴ ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറയാറുണ്ടല്ലോ. അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇവർക്ക് എന്താണ് നമ്മളോട് ഇത്ര ശത്രുത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു തുള്ളി ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ഈ പണ്ടാര മഴ പെയ്യുന്നത്. നീ എന്നല്ലേ പറഞ്ഞത് കേസരി വാങ്ങിച്ചു കൊടുക്കാന്ന്. അച്ഛനും നമുക്ക് വേണ്ടിയിട്ട് കേസരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ഛാ ടേസ്റ്റ് ഉണ്ടാ? അച്ഛന് ഇഷ്ടമാണിത്. നമ്മള് ഷേണ വയസ്സിന്ന് വട കഴിച്ചു. എനക്ക് വേണ്ട, മധുരം കഴിക്കൂല എന്ന് പറഞ്ഞാൽ എനിക്ക് മധുരമുള്ള ചായ ഇവിടെ വാങ്ങിച്ചു തന്ന പൊട്ടത്തി. അച്ഛന് ഇത് വാങ്ങിക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ടാണ് മഴ പെയ്തത് കേട്ടാ. അല്ലാണ്ട് മഴേനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. എന്ത് വാങ്ങി കഴിഞ്ഞിട്ടാണോ പറയുന്നത്? തൽക്കാലം അങ്ങനെ പറഞ്ഞ് എത്തിക്കാം. അതിന് മുന്നേ മഴ പെയ്തിന്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ദൈവോ പറഞ്ഞത് വേഗം ഇറങ്ങി പോവാണ്. കേൾക്കൂല, പറയണ്ട. എല്ലാവരും അച്ഛനെ പറ്റി ചോദിക്കുന്നുണ്ട്. അച്ഛനെന്താ വീഡിയോസിലൊന്നും വരാത്ത എന്താ ഒരു കാരണം പറ. ആരോഗ്യ പ്രശ്നം. എന്താ ആരോഗ്യ പ്രശ്നം? 100 വട്ടം പീടികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ എന്താ ആരോഗ്യ പ്രശ്നമാണ് അച്ഛനുള്ളത്? അതിൽ പോകുന്ന ഓട്ടോറിക്ഷ അല്ലേ. എന്നാലും ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കല്ലേ വേണ്ടു. ഇനി ചാലഞ്ചസിലേക്കെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവോ? തീർച്ചയായും. സിനിമയിലൊക്കെ വിളിക്കുന്ന പോലെ അതെ ചാക്ക് ചിരിക്കുന്ന നോക്കിയാട്ടെ. ഞാനും ദേവും കൂടി നേരെ അമാനിക്കേന്റെ അടുത്തേക്ക് പോകുക കേട്ടോ. അവിടെ ഒരു നമുക്കൊരു ചെറിയൊരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. വിരുന്ന് ഒരുക്കുന്ന ആള് ആദ്യം ഇവിടെ മുൻകൂട്ടി എത്തിയിട്ടുണ്ട്. ഇതോ അവിടെ കണ്ടില്ലേ അവിടെ ഇരിക്കുന്ന അമാനിക്ക. നേരത്തെ വന്ന് ഇവിടെ ഇരുന്നിട്ട് നമ്മളപ്പോൾ ഒരുമിച്ച് അങ്ങ് വരാന്നാ പറയുന്നത്. അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും ഗൈസ്. എനിക്കിത് മുന്നേ അറിയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പണ്ട് പെരുന്നാളുള്ള സമയത്ത് ഞാനും വിഘ്നേഷ് അമ്മാന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ ഉമ്മ നല്ല ടീലാം പോലത്തെ ഫുഡ് വെച്ച് തരും. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും നമ്മുടെ വായിന്ന് പോയിട്ടുണ്ടാവില്ല. അടിപൊളിയാണ്. അമ്മാന് വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി, പേഴ്സ് എടുക്കാൻ മറന്നു. പെട്ടെന്നുള്ള തിരക്കത്തിൽ പേഴ്സ് എടുക്കാൻ വിട്ടുപോയി. ശനിയാഴ്ച ടൈം ആയതുകൊണ്ട് പോലീസ് ചെക്കിംഗ് ഉണ്ടാവും. ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തൂക്കിക്കൊണ്ടുപോകും. ഹെൽമെറ്റ് ഉണ്ടായിട്ടും കാര്യം, ലൈസൻസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് 500 ഫൈനാണ്. നമുക്ക് വേഗം ഇവിടുന്ന് നേരെ ഒന്ന് വീട്ടിൽ പോയിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് പോവാം. അവന്റെ വീട്ടിലേക്ക് ഈ റോഡ് വഴിയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ അവൻ എന്തോ ആവശ്യത്തിന് ദൂരെ പോയത് കൊണ്ട് നമ്മൾ ഇവിടെ തൽക്കാലം ഒന്ന് കാത്തു നിൽക്കുകയാണല്ലേ. ഓൻ എത്താണ്ട് വീട്ടിൽ പോകുന്നത് ഒരു വലിയ സുഖമില്ലാത്ത ഏർപ്പാടാണ്. അതുകൊണ്ട് പിന്നെ ഇവൾ പോസ്റ്റ് അടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ് പാടം. പാടത്തെ നോക്കുകുത്തി ഇതാ കാണുന്നില്ലേ ഗൈസ് ഇവള്. ഇത് ശരിക്കും ഏതാ സ്ഥലം എന്നറിയാം? ജഗന്നാഥ ക്ഷേത്രത്തില് ഉത്സവം നടക്കുമ്പോൾ വെടിക്കെട്ട് നടക്കുന്ന പറയുന്ന സ്ഥലമില്ലേ, അതാണിത്. അവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഇങ്ങനെ വരും. കഴിഞ്ഞ പ്രാവശ്യത്തേന് ഞാനും വിഘ്നേഷും നന്ദുവും കൂടി പോയി. എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയാം? ഇവിടുന്ന് തീ എടുത്തിട്ട് ഒരുത്തം പോയി. അവിടെയാണ് ആ സ്പോട്ടിലാണ് ലാസ്റ്റ് നമുക്ക് പൊട്ടിക്കേണ്ടത്. എന്നിട്ട് ഇവിടുന്ന് ആദ്യത്തെ ഒരു അമിട്ട് ഇവിടുന്ന് കത്തിച്ച് നേരെ മേലെ പോയി പൊട്ടി. അതിനുശേഷം ആ അമിട്ടിന്റെ കുറച്ച് തരികൾ തെറിച്ചിട്ട് ആ സ്ഥലമില്ലേ ലാസ്റ്റ് പൊട്ടേണ്ട സ്ഥലം, അവിടെ പോയിട്ട് വീണ്. ഫസ്റ്റ് പൊട്ടേണ്ടത് ലാസ്റ്റും പൊട്ടേണ്ടത് ഫസ്റ്റും പൊട്ടി. ഗതികേട്. പക്ഷെ അന്ന് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ മറ്റേ മസാക്കറിലെങ്ങാനും പോയാൽ മതിയായിരുന്നു. ഫുള്ള് റോട്ടിൽ ആൾക്കാർ നമുക്ക് മര്യാദക്കൊന്നും പോകാൻ പോലും പറ്റുന്നില്ല. കുടുങ്ങി കിടക്കുന്ന പോലെ നമ്മൾ ഉണ്ടായത്. അടുത്ത തവണ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മള് അമാന്റെ വീട്ടിലേക്ക് അല്ലേ എത്തിയില്ലേ? അതാ കാണുന്നയാ അമ്മാന്റെ വീട്. അതാ അമ്മാൻ. നമ്മൾ നേരത്തെ തന്നെ അമാനിക്കന്റെ അടുക്ക വന്നിട്ട് നല്ല ഫ്രഷ് ഷേക്കാണ്, അവക്കാഡോ ഷേക്ക് കിട്ടില്ലായിരുന്നു. പാത്തു ഉണ്ടാക്കിയത് നൈസായിരുന്നു. പാത്തു പറഞ്ഞ പണ്ട് മറ്റേ ഷമാം ഷേക്ക് ഉണ്ടാക്കിയത് പെരുന്നാക്ക്, അത് നൈസായിരുന്നു. ദേവു റൂം ടൂർ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങ് പോയിട്ടുണ്ട്.
ഇനിയുണ്ട് മുകളിൽ കുറച്ച് പൂച്ചകളുണ്ട്. പൂച്ചക്കുട്ടികളുണ്ട്. അമാൻ ഇങ്ങനത്തെ കുറെ ബിസിനസ് ആണ്. പൂച്ചക്കുട്ടികള്, ഫിഷ് ടാങ്ക്, മറ്റേ മെയിൻ ഫിഷ് ടാങ്ക് കാണിച്ചു കൊടുത്തേ. എത്ര കൊല്ലായില്ലേ അമാൻ ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ വന്നിട്ട്. വിഘ്നേഷിനെ മിസ് ചെയ്തടാ. വിക്കി ഉണ്ടെങ്കിലില്ല ഇപ്പൊ നമ്മള് ഊപ്പിച്ചുണ്ടായിരുന്നു. മേലെ കൊമ്പത്തിരിക്കുന്നുണ്ടാവും എയറില്. ഇതാണ് അമാന്റെ ഫിഷ്. ഇതെന്നാ സീബ്രയാ? സീബ്ര ഫിഷാ? ഇതെന്താ ഇത്? വേറെന്തോ സംഭവം എനിക്കറിയില്ല. ഒരെണ്ണേ ഉള്ളൂ ഇത്? ഇവിടെ പറയുന്നത് ഇത് എല്ലാത്തിനും കടിക്കൂടാ. ഏ അതോ നമ്മളൊരു പട്ടിക്കുട്ടീനെ ചിലപ്പോ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അറിയാം അറിയാം. നമുക്ക് നോക്കാം. നമ്മളെല്ലാരും കൂടി അമ്മാന്റെ മക്കളെ കാണാൻ പോകുന്നതാണ്. ദൈവം മെയിന്. നിന്റെ കയ്യിൽ തന്നെ വരണം. ഇതിനെ എനിക്ക് വാ, വാ. നല്ല ചുണ്ടാപ്പി. ചുണ്ടാപ്പി തൊടാൻ കൂടുന്നു. നല്ല രസമുണ്ടടാ പൂച്ച. നീയല്ലേ കൊണ്ടുപോകുന്നു പറഞ്ഞേ? ശ്ശോ. സുന്ദരി. സുന്ദരിയാണ് സുന്ദരി. എന്താടാ ഇങ്ങനെ വെച്ചിര്? പാവടാ. ഇത്ര അടുപ്പില്ലാന്ന് തോന്നാ. ഇല്ല അത് അത്ര അടുപ്പില്ല. ദേവുവിന്റെ ചിരകാര സ്വപ്നം പൂണില്ല. ഇനിയൊരു കടിയും കൊണ്ടേ നീ പോവും. മറ്റേതാ പൂച്ചപ്രാന്തി. മറ്റേത് അടുപ്പില്ല. ബാക്കിയൊന്നും നട വരാത്ത ഇവരുണ്ടാണെന്ന് വരാത്ത അതങ്ങനെ വലിയ അറ്റാച്ച്മെന്റ് ഇല്ലാന്ന് തോന്നുന്നല്ലേ. ഇത് ഭയങ്കര ഇതാണ്. ഇതോ ബാക്കി രണ്ടും ഓടിപ്പോന്നല്ലേ. ഇത് നൈസാ. അബ്ദുവിന് കടി കൊണ്ടാണെന്ന് ഒരു കുഴപ്പമില്ല അല്ല അബ്ദുവെ? എന്നാ പേരെന്നാ അബ്ദുട്ടെ? പേരെന്നാ? പേരൊന്നും ഇല്ല. എന്ത് ഇവിടെ ഓടുന്നു? എവിടെ ഓടുന്നു? ഇത് അമ്മാന്റെ അനിയനാട്ടോ അബ്ദു. റൊണാൾഡോ ഫാനാ? പോയില്ലേ പക്ഷെ സ്പെയിന് കൊണ്ടുപോയില്ലേ? യോ ചുണ്ടാപ്പി, കൊച്ചുണ്ടാപ്പി സൂക്ഷിക്കണേ. അത് വെച്ച് അത് കഴിക്കാൻ വേണ്ടി നിന്നെ കഴിക്കായിരിക്കും കടിയിട്ട്. എന്നെ ഒന്ന് കടിക്കും. ഡേഞ്ചറസ്. ഞാനല്ല വിളിച്ചത്, അമാൻ കാക്കയാ. ആരാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്? അമാൻ കാക്ക സാൽമൺ എല്ലാം പാക്കഡ് സാൽമൺ അല്ലടാ ഇത്? സാൽമൺ അല്ല, സ്കിപ്പ് ജാക്ടിയുടെ. ആ അത് തന്നെ. അന്നത് ട്യൂണ ഫിഷ്. ട്യൂണ ഫിഷിന്റെ ക്യാന് കൊണ്ടുപോയിട്ടുണ്ട്. ഓൻ കഴിക്കാൻ കൊണ്ടുവന്നതാ. പക്ഷെ പൂച്ചക്ക് നല്ല ലെക്കായിട്ടുണ്ട്. വാ വാ. ഒന്നുമില്ല, ഫുഡൊന്നുമില്ല. ഫുഡെല്ലാം കഴിഞ്ഞ്. നല്ല ബുഷി വാല് കേട്ടോ. നീ വരണ്ട. ഇതാണ് അമാന്റെ വേറൊരു ഫാമിലി, പൂച്ച ഫാമിലി അല്ലേ? അമാനെ ഇടക്ക് കാണാനൊരു പൂച്ചേന്റെ ഒരു ലുക്ക് ഇല്ലേ? ആ അതിന്റെ ഇതിന്റെ അത് അവളുടെ നടുക്കില്ല. നിനക്കും ഉണ്ട് മറ്റേ ചാവാലി പൂച്ചേന്റെ ലുക്ക്. പൂച്ചക്കുട്ടികളെല്ലാം കളിപ്പിച്ചിട്ട് തളർന്നാ നീ? ഏതിലാ കൊണ്ടുപോണ്ട നീ? ചാക്കിലിട്ടിട്ട് വെള്ളരിയാ? നമുക്ക് എല്ലാവർക്കും കൂടി അമാനോട് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അമാന്റെ പാട്ട് കേട്ടിട്ട് കൊറേ ഹിന്ദിയില്. എന്താ അമാനൊക്കെ സ്കൂളിലെ കലോത്സവത്തിലുള്ള നീ ഫസ്റ്റ് അല്ലടാ? ഞാൻ വായോട് തുടക്കാൻ ഒരു പാട്ട് പാടടാ. എത്രയോ ആൾക്കാര് നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിനക്ക് I am very stressed out now. ആവുന്ന സമയത്ത് പാടാൻ പറ്റിയ നല്ല ലവ് സോങ്സ് റൂമിൽ വാ. ദേവു ഇവൻ വൃത്തിയായിട്ട് പറയണേ. എവിടെയൊക്കെയാ പോവാൻ പറയണേ. എന്താ ചെക്കനെ കൂടി കാണി. ഞാൻ പറയുന്നില്ല. നീ വാട വയസ്സാകെ എവിടാ? ഫ്രീ. ഞാൻ വരൂല. ഞാൻ അത്തരക്കാരൻ നെഹി ഹേ. അത്തരക്കാരൻ നെഹി ഹേ. മുഖം കണ്ടു കഞ്ചാവ് അടിച്ച മാതിരി. അമാനിന്ന് എവിടെയല്ലോ ചുറ്റിക്കറങ്ങാനും പോയിട്ട് ഭയങ്കര ക്ഷീണം പിടിച്ചു. വിഘ്നേശിനെയും കാണാനില്ല. എന്തോ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടാ. ഇതാണ് അമ്മാന്റെ ഉപ്പ. ഇത് അബ്ദു, ഇത് അന്യത്ത് പാത്തു, ഇത് പൊട്ടത്തെ. ഇപ്രാവശ്യം നമുക്ക് അമ്മാന്റെ ഉമ്മ നമുക്ക് നല്ല ചെമ്മീൻ ചോറും നല്ല ചെമ്മീൻ റോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്.
പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. ടേസ്റ്റ് പറ. ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒത്തന്റിക് തലശ്ശേരി ചിക്കൻ ചോറല്ലേ ഇത്? ഇത് ചെമ്മീൻ ചോറ്. അങ്ങനെ എങ്ങനെയുണ്ട്? പാത്തുവിന് എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്റെ കാര്യത്തിലെങ്കിൽ നാളെ അമ്മാൻ്റെ ഉമ്മ ഒരു ഹായ് കൊടുത്തോ? ഹായ് ഹായ്. നമ്മൾക്ക് അവിടെ പേരുണ്ട് ഓൾറെഡി. എന്താ നമ്മള് തുടരും ഫിലിമിലെ വില്ലനല്ല. സത്യം. ഞാൻ കണ്ടത് ഹലോ ശരി. സത്യം. എന്നാലും അങ്ങനെ ഫേമസ് ആക്കിയേക്കും. സ്റ്റാഫുണ്ട് നമ്മളെ ഹലോ ശരി. നമ്മൾ ഇതെല്ലാം എനിക്ക് കുംഭ വന്നു, ദൈവക്കും വന്നു. അമ്മാൻ ഇപ്പൊ നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത് അല്ലേ? നീ എത്ര കഴിച്ച്? ഇവള് കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കഴിപ്പിച്ച്. അതാണ് തലശ്ശേരിക്കാരുടെ സ്നേഹം. അമ്മാന്റെ ഉപ്പ ആ രീതിയിലാണ് നമ്മളെ നോക്കിയിട്ടുള്ളത് അല്ലേ? നിനക്ക് എത്ര ചോറ് റൗണ്ട് കിട്ടി? ഇങ്ങനെ ഒരുപാട് കഴിച്ച നിങ്ങളാ അവിടെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കഴിപ്പിക്കലുണ്ടോ? അറിയാമോ? ഉണ്ടാ അതൊക്കെ അറിയാം. അവിടെ ചോറ് കഴിപ്പിക്കുന്ന വെച്ചാൽ ഇമ്മാര് കഴിപ്പിക്കുന്ന കൂടുതൽ ഇങ്ങനെ വാരി 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 തരും. ഇവിടെ അതിലപ്പുറമാണ്. ഇവിടെ പക്ഷെ അധികമൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല, രാത്രി ആയതുകൊണ്ട് പിന്നെ വലിയ രീതിയില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട ഫുഡ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് തലശ്ശേരി ഒതന്റിക് ആയിട്ടുള്ള നമ്മള്. ഇത് ശരിക്കും ഇറച്ചി ചോറിനാണ് ഉണ്ടാക്കുക, അതായത് ബീഫ് ചോറ് നമ്മൾ പറയൂലേ, അങ്ങനെയാണ് ശരിക്കും പ്രിപ്പയർ ചെയ്യലേ. ഇതിപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മറ്റേ കൊഞ്ചൻ ചോറിലേക്ക് മാറ്റുകയാണ്. കാരണം എപ്പോഴും നൈറ്റ് ചിക്കൻ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഫിഷ് ഐറ്റംസ് കഴിക്കുന്നത് തന്നെയാണ്. പക്ഷെ നൈസ് അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നാടൻ ഫുഡ് നാടൻ ബൈ ഇവിടെ ഇട്ടിട്ട് അധികം പറഞ്ഞത് ഫുഡിനെ പറ്റി. ബൈ. ഇങ്ങോട്ട് മാറങ്ങോട്ട്. ബൈ ബൈ ബൈ. അനക്ക് പക്ഷെ എന്താ ഓർമ്മ വരുന്നറിയാ? സിദ്ദിഖ്. ആ സിദ്ദിഖിനെ പോലെ ഉണ്ട് ഇടക്ക്. ശരിക്കും ഇല്ലേ? ഉപ്പാനെ കാണാൻ സിദ്ദിഖിനെ പോലെ ഇല്ലേ? ഞാൻ തുടർന്ന് ഫിലിം ഇറങ്ങി അവിടെ എന്നെ കൊണ്ടതാലാന്ന് പറയില്ല വില്ലൻ. അതിന്റെ രണ്ടാമത്തെ പാർട്ടിൽ കയറിക്കോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. മാനിക്കോ. അപ്പൊ ശരി, നാളെ കാണണം. നാളെ കാണാം. നമ്മള് നേരെ തന്നെ വീട്ടിലേക്ക് വെച്ച് പിടിച്ച് ഗൈസ്. കാരണം നല്ല ക്ഷീണമുണ്ട്. ഇവക്ക് നല്ല ഉറക്കവും വരുന്നുണ്ട്, എനിക്കും അതേപോലെ തന്നെ ഉറക്കം വരുന്നുണ്ട്. കാരണം നല്ലോണം ഫുഡ് അടിച്ച് കഴിഞ്ഞാല് കിടന്നുറങ്ങണം. അപ്പം കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സുഖം അല്ലേ? പറയാൻ വാക്കുകളില്ല. ഉറങ്ങണം എന്നുള്ള മൂഡ് മാത്രമേ ഉള്ളൂ. സമയം അത്രയൊന്നും ആയിട്ടില്ല, 9:30 അങ്ങനെ കഴിയുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും പെട്ടെന്ന് കിടന്നു കഴിഞ്ഞാൽ വേഗം ഉറങ്ങിപ്പോകും. ഇനിയും കുറെ പരിപാടികൾ നാളെയെല്ലാം ചെയ്ത് തീർക്കാനുള്ളതാണ്. നാളെ എന്തെല്ലാം ഉണ്ട്? നാളെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഒറ്റ ഇരിപ്പിന് ചെയ്തു തീർക്കണം. കാരണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഇവിടത്തെ വർക്ക്സും പിന്നെ പുറമേയുള്ള കുറച്ച് വർക്ക്സും കൂടി ഉണ്ട്. അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വേണ്ടേ. ഇനി ഒരു വിരുന്നും കൂടി ഉണ്ട്, അത് ചിലപ്പോൾ പിന്നീട് വരും. വിരുന്ന് നമ്മൾ ഓൾറെഡി ഈ ഒരു സീരീസ് നിർത്തിയതാണ്. പക്ഷെ ഇത് ചെങ്ങായി വിളിച്ചാൽ നമ്മൾ പോവാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പോയി. പിന്നെ ഞാൻ എപ്പോഴും എത്രയോ കാലം മുന്നെയാണ് എൻ്റെ വീട്ടിലെല്ലാം പോയത്. അതിന് ശേഷം ഇവൻ അങ്ങ് ഗൾഫിൽ പോയതിനു ശേഷം പിന്നെ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഇപ്പം പോയപ്പോൾ നമുക്ക് പഴയ മെമ്മറീസ് എല്ലാം തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഉപ്പാനെയും ഉമ്മാനെയും അനിയനെയും അനിയത്തിനെയും എല്ലാവരും കണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത ആ സംഭവം നമ്മൾ നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അടുത്ത മാസമോ നമ്മൾ നോക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വീട്ടുകാരത് സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. നിനക്കും ഡൗട്ട് തന്നെയല്ലേ? ചിലപ്പോൾ നമ്മളെ രണ്ടാളും അടിച്ച് പുറത്താക്കും, അതിനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിനെ ആക്സെപ്റ്റും ചെയ്യും, അതിനും ചാൻസ് ഉണ്ട്. അതെന്തായാലും നമുക്ക് നോക്കാം. വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് ശാസ്ത്രം പറയാറുള്ളത്. അപ്പൊ ഗൈസ്, അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.